ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിച്ച ഒരു മഹത് ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഒരു തളർന്ന മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഭഗവത്ഗീത. യുദ്ധക്കളത്തിൽ അർജുനൻ തളർന്ന സമയത്ത് തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു ഗ്രന്ഥം ഭഗവത്ഗീത. അവിടെ വെച്ചാണ് ശ്രീകൃഷ്ണൻ ആദ്യമായിട്ട് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ഭഗവത്ഗീത നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കുറെ അധികം പ്രയോജനപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഇന്നുള്ള സമൂഹത്തിൽ നമുക്ക് ആരും ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളൊന്നും തൊടുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനത്തെ കുറെ ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിത ലക്ഷ്യത്തെയെല്ലാം ബോധവൽക്കപ്പെടുത്തുന്ന കുറെ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ പഠിച്ചാൽ തന്നെ നമ്മുടെ വിജയം ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇവിടെ വ്യാഖ്യാനിക്കാൻ പോകുന്നത് 2ാം അധ്യായമായ സാംഖ്യയോഗത്തിലെ 14ാം ശ്ലോകമാണ്. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണാ സുഖ ദുഃഖതാ ആഗമാപായിനോ നിത്യാ താം വിശ്വസ്യ ഭാരത. ഈ ശ്ലോകത്തിലൂടെ അർജുനന് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് മാർഗദർശനം നൽകുന്ന ഒരു അർത്ഥമാണ്. സുഖവും ദുഃഖവും സ്ഥിരമായിട്ടല്ല എന്നൊരു വലിയൊരു സന്ദേശമാണ് നമുക്ക് എല്ലാവർക്കും ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സാഹചര്യം വന്നാൽ അതെങ്ങനെ കയ്യിലെടുക്കണം നമുക്കറിയില്ല. ഇപ്പൊ ഒരു സുഖം വന്നാൽ ഓവറായിട്ട് അഹങ്കരിക്കും നമ്മൾ, ഒരു സന്തോഷം വന്നാൽ നമ്മൾ ഓവറായിട്ട് അഹങ്കരിക്കും. പക്ഷെ ഒരു ദുഃഖം വന്നാലോ അത് തളർന്ന് നമ്മൾക്ക് താഴെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇത് രണ്ടും നമ്മൾ സമമായി കണ്ടാൽ എങ്ങനെയല്ല ഉണ്ടാവുക. നമ്മൾ നമ്മുടെ ജീവിതം വിജയിക്കുന്ന പോലെയാണ് സമമായി കണ്ടാൽ നമുക്ക് ഉണ്ടാവുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര അങ്ങേറ്റത്ത് വരെ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ആ എക്സാം കഴിഞ്ഞാലോ ആ ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്തായിരിക്കും അതിന്റെ ടെൻഷൻ. റിസൾട്ട് വന്ന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല, അഥവാ മാർക്കില്ലെങ്കിലോ ഭയങ്കര ടെൻഷൻ. ഇത് കാരണം കുറെ ആള് മാർക്ക് കുറഞ്ഞു എന്നുള്ള പേരിൽ ആത്മഹത്യയിലേക്ക് പോകും. പക്ഷേ ഇതൊക്കെ ഒന്ന് ഒരേ സമമായിട്ട് എടുത്താൽ ഇങ്ങനെയുള്ള കുറെ ആത്മഹത്യകളെല്ലാം ഈ ലോകത്ത് നിന്ന് ഒഴിവാക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കുറെ രഹസ്യങ്ങൾ, ജീവിത രഹസ്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഈ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. യുദ്ധക്കളത്തില് ആദ്യം അർജുനൻ പറഞ്ഞു താൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിൽ എത്തിയ സമയത്ത് തന്റെ ബന്ധുമിത്രാദികളെ കണ്ട സമയത്താണ് അർജുനൻ തളർന്നു പോയത്. ആ സമയത്ത് തന്നെ ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്യൂല. പക്ഷെ ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള ഓരോരോ ജീവിത രഹസ്യം ഉപദേശിച്ചിട്ടാണ് അർജുനനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരോ ആൾക്കാരും അർജുനനാണ്. നമ്മൾ ഭഗവത്ഗീത പഠിച്ച ഉറപ്പാണ് ഈ ജീവിതം നമുക്ക് വിജയിച്ച് തീർക്കാൻ പറ്റും. ഒന്ന് ഭഗവത്ഗീത ഒരു അധ്യായമെങ്കിലും നമ്മൾ വായിച്ചാൽ ഓക്കെ, നമുക്ക് മനസ്സിലായ അർത്ഥം ഇപ്പോഴെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സുഖവും ദുഃഖവും ഒരിക്കലും സ്ഥിരമായിട്ടുള്ളതല്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ നല്ല ചൂടാണ്. ഈ ചൂട് ഒരു ടൈം കഴിഞ്ഞാൽ ആ ചൂട് പോകും, ഒരു തണുപ്പ് വരും പിന്നെ. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സുഖവും ദുഃഖവും ഒരു അതിഥികളായിട്ട് കാണണം. നമ്മളെ വീട്ടിലെ വല്ലപ്പോഴല്ലേ അതിഥികൾ വരിക, അതേപോലെ കാണണം, വരും പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സുഖവും ദുഃഖവും സ്ഥിരമായിട്ടുള്ളതല്ല. ഈ സുഖവും ദുഃഖവും സമമായി എടുത്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരാൾക്ക് ഉറപ്പാണ് ഭഗവത്ഗീത എന്നൊരു ഗ്രന്ഥം പഠിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഉറപ്പാണ് അങ്ങ് ടോപ്പിൽ എത്താൻ പറ്റുന്നുള്ള കാര്യം തെളിയിച്ചിട്ടുള്ളതുമാണ്. ഭഗവത്ഗീത നമുക്കൊരു അമ്മ പോലെയാണ്. കാരണം നമ്മുടെ അമ്മമാർ കുറെ ഉപദേശങ്ങൾ നമുക്ക് തരും. അതുപോലെയാണ് ഭഗവത്ഗീതയിലെ ഓരോ അധ്യായങ്ങളിലും ഓരോരോ ശ്ലോകങ്ങളിലും അതേ ഉപദേശങ്ങളാണുള്ളത്. അപ്പോ എല്ലാവരും ഭഗവത്ഗീതയെ സ്നേഹിച്ച് സ്വന്തം അമ്മയായി കണ്ട് മുന്നോട്ട് പോവുക. അതുമാത്രമല്ല, ഓർക്കുക, സുഖവും ദുഃഖവും സ്ഥിരമായിട്ടുള്ളതല്ല, അത് വരും പോകും, താൽക്കാലികമാണ്. നന്ദി.